വി.ഡി. സതീശൻ സി.എമ്മിന്റെ കസേരയിൽ വരണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. ഇന്ന് അതിനുവേണ്ടി ഒരുപാട് മലയാളികളും പൊളിറ്റിക്സിൽ സജീവമായവരും അല്ലാത്തവരും സെലിബ്രിറ്റീസും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായത് നമ്മുടെ ബിഗ് ബോസ് താരം അക്ബർ ഖാൻ നടത്തിയ പ്രചാരണമാണ്. എന്തായാലും നമുക്ക് ആ പ്രചാരണം എന്താണെന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. Please do share this video maximum. This is a video regarding the Chief Minister discussion to the High Command. नमस्कार, आज मैं केरला की അതായത് ഈ വീഡിയോ ചീഫ് മിനിസ്റ്ററിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഹൈക്കമാൻഡിന് വേണ്ടി ഉള്ളതാണെന്നാണ് അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞത്. आवाज लेकर बोल रहा हूँ. पिछले इलेक्शन में कांग्रेस सिर्फ 40 सीट तक सिमट गई थी. पार्टी कंफ्यूज्ड हो गई थी. अब कांग्रेस को कौन आगे लेकर അതായത് ലാസ്റ്റ് ടൈം 2021 വെറും 41 സീറ്റുകൾ മാത്രമേ UDF ഉണ്ടായിരുന്നുള്ളൂ. जाएगा. उसी मुश्किल वक्त में पार्टी ने वी.डी. सतीशन पर പക്ഷേ അതിനെ കൈത്താങ്ങ് പിടിച്ച് ഉയർത്താൻ സഹായിച്ചത്, അതായത് ഏകദേശം 102 സീറ്റോടെ ഉയർത്താൻ സഹായിച്ചത് നമ്മുടെ വി.ഡി. സതീശനാണ്. भरोसा किया. पिछले 5 साल वी.डी. सतीशन जी ने बहुत मेहनत की. उन्होंने केरला के लोगों के इश्यूज उठाए, LDF सरकार के अगेंस्ट मजबूत ऑपोजिशन दिया और कांग्रेस को फिर से मजबूत बनाया. आज कांग्रेस 100 से ज्यादा सीट जीत कर वापस आई है. तो उसके पीछे वी.डी. सतीशन जी की मेहनत और लीडर ഇത്രയും കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചത് കൊണ്ട് എന്തുകൊണ്ടും അർഹൻ വി.ഡി. സതീശനാണ് എന്നൊരു നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. सबसे बड़ा कारण. आज सीएम पोजीशन के लिए कई नाम आ रहे हैं, लेकिन केरला की जनता एक ही नाम चाहती है, वी.डी. सतीशन. ये सिर्फ कांग्रेस वर्ग കേരളത്തിന് മൊത്തത്തിലുള്ള ഒരു ആഗ്രഹം വി.ഡി. സതീശൻ തന്നെ കയറണമെന്നാണ്. इसकी नहीं है, आम लोगों की भी आवाज है. हाईकमांड से मेरी रिक्वेस्ट है, हल्का सा छोटा सा रिक्वेस्ट है, केरला की जनता की फीलिंग को समझिए. जिस लीडर ने पार्टी को 40 കേരളത്തിലെ ജനങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. सीट से 100 तक पहुंच जाया, उसी लीडर को केरला के चीफ मिनिस्टर बनाना चाहिए. और अगर वी.डी. सतीशन को सीएम नहीं बनाया गया तो कांग्रेस केरला के लोगों की उम्मीद और भरोसा दोनों टूट गए. केरला वांट्स वी.डी. सतीशन. കേട്ടില്ലേ, അക്ബർ ഖാന്റെ ആഗ്രഹവും നമ്മുടെ വി.ഡി. സതീശൻ തന്നെ ചീഫ് മിനിസ്റ്റർ കസേരയിൽ ഇരിക്കണമെന്നാണ്. അദ്ദേഹം ഹിന്ദിയിലാണ് വീഡിയോ ചെയ്തത്. കാരണം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. അതുകൊണ്ട് ഹിന്ദിയിൽ ചെയ്താലേ വീഡിയോ മനസ്സിലാകത്തുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഹിന്ദിയിൽ വീഡിയോ ചെയ്തത്. മലയാളം ഒന്നും അറിയാത്ത വ്യക്തിയല്ല. ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലായതാണല്ലോ. എന്തായാലും ഒരുപാട് ജനങ്ങളുടെ മനസ്സിലുള്ള ആശയത്തെയാണ് അദ്ദേഹത്തിന്റെ രൂപത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ CM കസേരയിൽ ആര് വരണം എന്നായിരുന്നു കണ്ടന്റ്. 3 പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. 1 വി.ഡി. സതീശൻ, 2 VC വേണുഗോപാൽ, 3 രമേശ് ചെന്നിത്തല. അതിൽ ഞാൻ വി.ഡി. സതീശനെ ഫേവർ ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ അക്ബർ ഖാൻ ഹിന്ദിയിൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാഞ്ഞത്. എന്തായാലും അക്ബർ ഖാന്റെ പ്രചാരണം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.